ബസ്സുകളിൽ പുരുഷന് ആനുകൂല്യങ്ങൾ നൽകുന്നില്ല എന്ന കാര്യത്തിൽ പ്രതിഷേധവും വിഷമവും ഉണ്ട്. പക്ഷേ ഈ ബസ് തടയുന്നത് പോലുള്ള കാര്യങ്ങൾ തികച്ചും തെറ്റാണ്. അമിതമായ റിയാക്ഷൻസ് ആണ്. അത്തരം കാര്യങ്ങൾ ശരിയല്ല എന്നും കൂടി എടുത്തു പറയാൻ വേണ്ടിയാണ് ഈ പ്രസ് മീറ്റ് വിളിക്കുന്നത്. കേരളത്തില് കഴിഞ്ഞ വർഷങ്ങളിൽ വ്യത്യസ്ത പുരുഷ സംഘടനകളുണ്ട്. എല്ലാവരെയും നമുക്ക് വ്യക്തിപരമായി അറിയുന്നവരാണ്, എല്ലാവരോടും സഹകരിക്കുന്നവരാണ്, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും ഓവർ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് പൊതുസമൂഹത്തിന് നമ്മൾ ഉയർത്തുന്ന കോസിന്റെ വില കുറയ്ക്കുകയും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സീരിയസ് ആയ കാര്യങ്ങൾ ഭരണകൂടവും MLA-മാരും മാധ്യമങ്ങളും ഒക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നതിൽ നിന്നും, നമ്മൾ ഉയർത്തുന്ന ഗൗരവമായ പോയിന്റുകൾ ശ്രദ്ധിക്കുന്നതിൽ നിന്നും ഈ തീവ്ര റിയാക്ഷൻസ് നമ്മൾ ഉയർത്തുന്ന കോസിനെ ദുർബലപ്പെടുത്തും. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യങ്ങളിലൊന്ന്, അങ്ങനെ വ്യത്യസ്ത പുരുഷ സംഘടനകളോടും അഭ്യർത്ഥിക്കാനുള്ള കാര്യങ്ങളിലൊന്ന്, KSRTC ബസ്സിൽ പുരുഷനും കൂടി ആനുകൂല്യങ്ങൾ വേണമെന്ന് പറയുന്നത് വളരെ ശരിയാണ്. പക്ഷേ സ്ത്രീകൾക്ക് ആനുകൂല്യം കൊടുക്കണ്ട എന്നുള്ള സമീപനം നമുക്ക് ആർക്കുമില്ല. സ്ത്രീകൾക്ക് ആനുകൂല്യം കൊടുത്താൽ ബസ് തടയണം എന്ന് പറയുന്ന സമീപനം ആർക്കുമില്ല. പലപ്പോഴും ഈ പ്രസ് മീറ്റ് വിളിക്കാനുള്ള കാരണം, പല ആൾക്കാരും ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ബസ് തടയാൻ പോണെന്നൊക്കെ. അപ്പോൾ ഈ ബസ് തടയലടക്കമുള്ള തീവ്രമായ നടപടികൾ ശരിയല്ലെന്ന് പറയാനാണ്. ഇന്നും ഞാനൊക്കെ ഏറ്റവും ചീത്ത കേൾക്കുന്ന കാര്യങ്ങളിലൊന്ന്, സവാദിനെ നീയൊക്കെ ന്യായീകരിച്ചില്ലേ എന്ന് പറയുന്നതാണ്. ഞാൻ പറഞ്ഞ സവാദിന്റെ ഒരു ചർച്ചയ്ക്ക് ഞാൻ ഇരുന്നിട്ടില്ല. സവാദ് രണ്ടാമത്തെ കേസിൽ പിടിക്കപ്പെട്ടപ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആക്ഷൻ ഉണ്ടായപ്പോൾ, ആദ്യ കേസിൽ സവാദിന്റെ ദുരനുഭവം നേരിടുന്ന മസ്താനിയെ ഞാൻ വിളിച്ച് ക്ഷമ പറയുകയുണ്ടായി. എന്നിട്ട് മസ്താനിയോട് പറഞ്ഞു, ആദ്യ കേസിൽ മസ്താനിയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തതിലാണ് എനിക്ക് ക്ഷമ പറയാനുള്ളത്. ഞങ്ങളൊക്കെ വളരെ മോഡറേറ്റായി മിതത്വത്തോടു കൂടി പറയുന്ന ഓരോ വാക്കുകൾക്കും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന എന്റെ വളരെ അടുത്ത സുഹൃത്തും ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരാളുമാണ് ശ്രീ ബോബി ചെമ്മണ്ണൂർ. ശ്രീ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പടക്കം പൊട്ടിക്കാനും മറ്റേ ലഡ്ഡു കൊടുക്കാനും ഒക്കെ പോകുന്നത് കോടതിയോടുള്ള അവഹേളനം കൂടിയാണ്. ഇതിന്റെ കാര്യം, ഇത് ഫെമിനിസ്റ്റുകളുടെ കുരു പൊട്ടിക്കണം എന്നുള്ളതല്ല പുരുഷാവകാശ പ്രവർത്തനം. ഞങ്ങളുടെ പുരുഷാവകാശ പ്രവർത്തനങ്ങളുടെ ഇടയിൽ ചില ആൾക്കാരുടെ ഒരു പ്രത്യേകതയുണ്ട്. സ്ത്രീകളുടെ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളുടെ, സ്ത്രീപക്ഷവാദികളുടെ കുരു പൊട്ടിക്കുക, അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ട് നമുക്കൊരു ഗുണവുമില്ല. അത് ഈ ഓവർ റിയാക്ഷനാണ്. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഒരു ഓളം ഉണ്ടാക്കാനോ ഓവർ റിയാക്ഷൻ ഉണ്ടാക്കാനോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള സർക്കാർ വളരെ ആലോചിച്ചാണ്. അപ്പം കേരള സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ എക്സ്ട്രാ എഫേർട്ട് വേണ്ടി വരും ഈ KSRTCയിലെ സ്ത്രീജനങ്ങളുടെ യാത്രയുടെ കാര്യം ശരിയാക്കാൻ. അത് ശ്രീ CP ജോണും ശ്രീ VD സതീശനും കൂടെ കണ്ടെത്തിക്കോളും. നമുക്ക് അതിനോടൊന്നും അല്ലല്ലോ വിയോജിപ്പുള്ളത്. എന്നാൽ പുരുഷനും കൂടി ഏതെങ്കിലും രീതിയിൽ ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും കൊടുക്കണം. ഉദാഹരണം, പ്രായമായ പുരുഷന്മാർക്ക് എന്ന് പറയുന്ന ക്രിയേറ്റീവായ, പോസിറ്റീവായ, സർഗാത്മകമായ സമീപനങ്ങളോ ഫീഡ്ബാക്കോ ക്രിറ്റിസിസത്തിനോ അധികമായിട്ട് ചില ആൾക്കാരെങ്കിലും, അതായത് ബസ്സുകളുടെ ഫ്രണ്ടിൽ തടയുമെന്നും ബസ്സുകളിൽ നിയമം വിരുദ്ധം ബസ്സുകളിൽ പുരുഷന്മാർ ഫ്രീ ആയിട്ട് കയറി യാത്ര ചെയ്യണമെന്നും എന്നൊക്കെ പറയുന്നത് നിയമത്തോടുള്ള അവഹേളനമാണ്, KSRTCയോടുള്ള അവഹേളനമാണ്. പാവപ്പെട്ട ഏതെങ്കിലും ഒരു കണ്ടക്ടർ ആയിരിക്കും അവിടെ നിൽക്കുന്നത്. ആ കണ്ടക്ടറുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്ന ഗതികേടിലേക്ക് വരും. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.